ഇത് ബി.ജെ.പി. തീരുമാനിക്കുന്നതാണ് എന്ന് പറയുന്നതിന് തെറ്റാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 സംസ്ഥാനങ്ങളിൽ ഇത് നടത്തുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നടത്തണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ CPM പ്രതിനിധി തന്നെ അദ്ദേഹം ഒരു വശത്ത് പറഞ്ഞത് എത്രയോ മുമ്പ് നടത്താമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത് താമസിച്ചു പോയി എന്നാണ്. അടുത്ത സ്വരത്തിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എന്തിനാണ് നടത്തുന്നത്. അപ്പോൾ ഇതിനൊന്നും ഒരു വേറെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതുകൊണ്ടാണ് ഇതിന് മുമ്പ് നടത്താമായിരുന്നു, ഇതിന് ശേഷം നടത്താമായിരുന്നു എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പില്ലാത്ത ഇടവേളകളിൽ നടത്താമായിരുന്നു. അങ്ങനെയാണല്ലോ ചെയ്യാറ്. തെരഞ്ഞെടുപ്പ് നടക്കാത്ത വർഷങ്ങളിലാണ് ഇത് നടത്തേണ്ടത്. അങ്ങനെയല്ലേ നടത്തേണ്ടത്? എന്തിനാണ് തെരഞ്ഞെടുപ്പ് 2 മാസം മുന്നേ നിൽക്കുന്ന സമയത്ത് ഇത് ധൃതിപിടിച്ച് നടത്തുന്നത്? തെരഞ്ഞെടുപ്പില്ലാത്ത എത്ര വർഷങ്ങളുണ്ടായി, ആ വർഷങ്ങളിൽ നടത്താലോ. അതെ, ഇപ്പോ ഈ ഇലക്ഷൻ പ്രക്രിയ തന്നെ ലഘൂകരിക്കുവാനായി 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ളത് പറയുമ്പോൾ അതിനും എതിർപ്പാണ്. അപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷന് ഈ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വേണോ വേണ്ടയോ എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ആളുകളെ നിയോഗിച്ചുകൊണ്ടും അവർക്ക് ഇത് ചെയ്തെടുക്കുവാൻ സഹായകരമായ രീതിയിൽ നടത്തണം എന്നുള്ളത് നമുക്ക് വളരെ നല്ല ഡിമാൻഡുകളാണ്. പക്ഷേ ഇവിടെയും ചില മിക്സ് കമ്മ്യൂണിക്കേഷൻസ് ക്ലിയറായിട്ട് എനിക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. കാരണം രത്തൻ കേൽക്കർ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരളത്തിൻ്റെ, അദ്ദേഹം പറയുന്നത് ഈ എന്യൂമറേഷൻ ഫോം ഒരു വീട്ടിൽ നിന്നും ചെയ്തെടുക്കാൻ 3 മിനിറ്റോളം മതി എന്നാണ്. അതേസമയം ജോയിന്റ് കൗൺസിലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന അദ്ദേഹം പറയുന്ന 10 മിനിറ്റ് വേണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഈ ഫോം ഫില്ലപ്പ് ചെയ്യാൻ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ PG ഹോൾഡറാണ്. എനിക്ക് 15 മിനിറ്റ് കൂടുതൽ എടുത്തു. പിന്നെ എങ്ങനെയാണ് 3 മിനിറ്റ് എടുത്ത് പൂരിപ്പിക്കുക? അതെ, കറക്റ്റ്. അപ്പം ഇതൊന്നും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല എന്ന് മാത്രം താങ്കൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് ഞാൻ പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. മനസ്സിലായി. എന്റെ പോയിന്റ് ഈ കാര്യത്തിൽ ഇപ്പൊ ബിജു നായർ പറയുന്ന കാര്യത്തിൽ പോലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരു അഭിപ്രായമാണ്, BJP ഒഴികെ. അതെങ്ങനെ സംഭവിക്കുന്നതാണ്? എന്തുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടെത്തുന്നത്? ഇല്ലല്ല അജിംസ്, അല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഡിഫെൻഡ് ചെയ്തല്ല പറയുന്നത്. പക്ഷേ ഇവിടെ പറയാത്ത ചില കാര്യങ്ങൾ അത് പറയേണ്ടി വരികയാണ്. അതാരും പറയുന്നില്ല. കാരണം ഇവിടെ തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്തെങ്കിലും പറയുവാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായ മൂടിക്കെട്ടുവാനുള്ള ശ്രമമാണ് CPM പ്രതിനിധി നടത്തുന്നത്. ഇത് സംഘപരിവാറിനെ സഹായിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ സ്വരത്തിൻ്റെ മുനയുടിച്ചതാണ് ഇന്ന് തുടർഭരണത്തിലേക്ക് വന്നത്. നമുക്കറിയാം 2020 ഇതേ സംഭവം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് CPM-ന് അത് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ കോൺഗ്രസ് പ്രതിനിധി വായടച്ച് വച്ചേക്കാം. പക്ഷേ ഇവിടെ പറയാതെ പോകുന്ന ചില കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗം ന്യായീകരിക്കേണ്ട. അല്ല ഞാൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ന്യായീകരിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല എന്ന് ആർക്കും മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇലക്ഷൻ കമ്മീഷണർ പറയുന്നു 3 മിനിറ്റ് എന്ന്, ജോയിന്റ് കൗൺസിൽ പറയുന്നു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാക്കാം അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മാത്രമല്ല വീട്ടിൽ ആളുണ്ടോ, ചില ആളുകൾ പ്രവാസികളായിരിക്കും, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. 3 തവണ BLOമാർ ഓരോ വീടും സന്ദർശിച്ചിരിക്കണം എന്ന് ഇലക്ടറൽ ഓഫീസർ പറയുകയാണ്. എനിക്കതറിയാം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പോലും BJPക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. സുഹൃത്തെ, BJPക്ക് മനസ്സിലാവുന്നില്ല. BJPക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെയല്ല. 30,000 ആളുകൾ വേറെ ഡ്യൂട്ടിയിലാണ്. അല്ലല്ല, മനസ്സിലായി. 30,000 ആളുകൾ വേറെ ഡ്യൂട്ടിയിലാണ്. 30,000 ആളുകളുടെ ഡ്യൂട്ടിക്ക് പുറമെ അധിക ഡ്യൂട്ടി കൊടുക്കുന്നു. ശരി, അപ്പൊ അവരെന്ത് ചെയ്യും? തദ്ദേശ ഡ്യൂട്ടി നിർവഹിക്കണ്ടേ? അല്ല, അതിപ്പോ അതാണ് പറയുന്നത്. അതിപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ ഇവിടെ പറഞ്ഞതുകൊണ്ട് എനിക്ക് അത് ഒരു രീതിയിലും അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അജിംസ് വീണ്ടും പറയുന്നത് ഇത് BJPക്ക് എന്തോ ഗുണപ്പെടാൻ പോകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ BJPക്ക് ഇതിൽ കംപ്ലൈൻ്റ് ഇല്ല. അങ്ങനെയല്ല. ഇത് ഇവിടെ ഉയർത്തേണ്ട കംപ്ലൈൻ്റ് അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാതലായ വസ്തുത. ഇത് ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ ഉത്തരവാദി. അതിനു മുകളിൽ തഹസീൽദാറുണ്ട്, അതുപോലെയുള്ള റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്. അവരാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഒരു പ്രോജക്റ്റ് ഇതിപ്പോൾ വളരെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. ഒരു പ്രോജക്റ്റ് മാനേജ് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന ആളിൻ്റെ ഒരു
കൺസിഡറേഷനും കൂടെ നമുക്ക് ഉൾക്കൊള്ളിക്കുവാൻ സാധിച്ചാലേ ആ പ്രോജക്റ്റ് വിജയിക്കുകയുള്ളൂ. ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ രാഷ്ട്രീയമായി തങ്ങളുടെ പോലും വോട്ട് വെട്ടി മാറ്റുമോ എന്ന ആശങ്ക പോലും BJPക്ക് ഇല്ല എന്ന പോയിന്റാണ് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത്.